ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു സിമ്പിൾ പൂക്കളം ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മളൊരു സർക്കിളാണ് നടുക്ക് വരച്ചത്, ഒരു ചെറിയൊരു സർക്കിൾ. ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇത് കണക്ട് ചെയ്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കേണ്ടത്. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കാം. നമുക്ക് 4 വശത്തായിട്ട് ഫിഗറിൽ കണ്ടിരിക്കും പോലത്തെ ഡിസൈൻ വരച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ 4 വശത്തായിട്ട് ഇത് കണക്ട് ചെയ്ത് വരച്ചെടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഈ ബാക്കിയുള്ള വശത്തായിട്ട് ഇത് കണക്ട് ചെയ്ത് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അത് കണക്ട് ചെയ്ത് ആ ഫിഗറിൽ തന്നിരിക്കും പോലത്തെ ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയൊരു പൂക്കളമാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു പൂക്കളം. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഇനി അത് കണക്ട് ചെയ്ത് ഫിഗറിൽ തന്നിരിക്കും പോലെ വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയൊരു പൂക്കളാണ് നമ്മൾ നടുക്ക് വരച്ചിരിക്കുന്നത്. ഇനി അത് കണക്ട് ചെയ്ത് ഔട്ട്ലൈനായിട്ട് ഒരു വരയും കൂടെ അതിൻ്റെ മുകളിലോട്ടിട്ട് വരയ്ക്കും. ഓക്കെ, ഔട്ട്ലൈനിട്ട് അതും വരച്ച് ഇനി ബാക്കിയുള്ള ഭാഗത്തും അത് കണക്ട് ചെയ്ത് ഔട്ട്ലൈനിട്ട് വരയ്ക്കുക. നമ്മൾ സിമ്പിളായിട്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഈ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഭാഗം എഡ്ജ് കണക്ട് ചെയ്ത് ഫിഗറിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ എഡ്ജ് ഫിഗറിൽ തന്നിരിക്കും പോലെ കണക്ട് ചെയ്ത് വരച്ച് ഔട്ട്പുട്ട് ഇങ്ങനെ ഇട്ട് ഇനി ബാക്കിയുള്ള ഭാഗം അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കണക്ട് ചെയ്ത് ഷേപ്പ് കണക്ട് ചെയ്തെടുക്കുക. ഫിഗർ നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂക്കളാണ്. ഇനി ഒരു ഔട്ട്ലൈനോടെ അതിൻ്റെ മുകളിലാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പൂക്കളം ഇതുവരെ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ള ഭാഗത്ത് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗർ നോക്കി കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പൂക്കളം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം പൂക്കളം ടീം.